തമിഴ്നാട്ടിൽ തലേക്കുത്തൽ എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഓരോ ഗ്രാമത്തിലും നടക്കാൻ തുടങ്ങി. എന്താണ്? വിവരം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത മക്കള് അച്ഛനും അമ്മയൊക്കെ 80-85 വയസ്സിലെത്തി, അവർക്ക് ബോധം മറഞ്ഞു എന്ന് ബോധിക്കുമ്പോഴേക്ക് ഇവരെന്ത് ചെയ്യാണ് അറിയോ? എന്നാൽ നമ്മൾ തലേക്കുത്തൽ ചടങ്ങ് നടത്തല്ലേ എന്ന് തീരുമാനിക്കാം. അപ്പം എന്താ തലേക്കുത്തൽ ചടങ്ങ്? പ്രായം ചെന്ന പിതാവ് ഏകദേശം സിക്കായി, ഇനി അയാൾ ബെഡിൽ നിന്ന് എണീക്കില്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടാലേ ഈ കുടുംബത്തിന്റെ പരീക്ഷണം തുടങ്ങുകയാണല്ലോ. കാരണം ഇനി വെടുപ്പും വൃത്തിയാക്കണം, ഇനി ഇവരെ കുളിപ്പിക്കണം, ഇനി ഇവരെ കഴുകണം, ഇനി ഇവരെ ഡ്രസ്സ് മാറിക്കൊടുക്കണം, അഴുക്കുള്ള ഡ്രസ്സ് കൊണ്ടുപോയി വാഷ് ചെയ്യണം, ഒരു മലർന്ന് കിടക്കുന്ന കുഞ്ഞിനെ നോക്കും പോലെ നോക്കണം. അതിന് മാതാവ് എന്നുള്ള ബോധം ഈ കിടക്കുന്ന ആളെ പറ്റി ഉണ്ടായാലേ മക്കൾക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ മതം പഠിപ്പിക്കണം എന്ന് പറയുന്നത്. ഇത് ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്ന വികാരമല്ല. ഇത് എവിടുന്ന് കിട്ടണാണ്? ഇത് ദീന് മതം പഠിച്ചാൽ മാത്രം കിട്ടുന്ന വികാരമാണ്. അതുകൊണ്ട് തലേക്കുത്തൽ ചടങ്ങ് അവിടെ ഐശ്വര്യമായിട്ട് നടന്നു. എന്താ അവർ നടത്തി? അവർ തീരുമാനിച്ച കാര്യം എന്താ? എന്നാ നമ്മൾ തലേക്കുത്തൽ ചടങ്ങ് നടത്തല്ലേ? എന്താ ഈ തലേക്കുത്തൽ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ബെഡിൽ നിന്ന് എണീക്കാത്ത പിതാവിൻ്റെ തലയിലേക്ക് പിറ്റേ ദിവസം നല്ല ഡിസംബറിലെ മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ, അല്ലെങ്കിൽ തന്നെ തണുപ്പാണ്. അപ്പം ഈ പ്രായം ചെന്ന ആൾക്കാർക്ക് അമിതമായ തണുപ്പ് സഹിക്കാൻ കഴിയൂല. അവര് പ്രതിരോധ ശേഷി നന്നായി കുറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഈ ബെഡ് റിഡൺ ആയിട്ട് കിടക്കുന്ന പിതാവിൻ്റെ തലയിലേക്ക് നല്ല ഐസ് വാട്ടർ ഒഴിക്കാൻ, അത് പലവട്ടം പാത്രത്തിൽ കുറേ പ്രാവശ്യം ഇങ്ങനെ ഒഴിക്കാൻ. എന്നിട്ട് അവരെ തല തോർത്തി കൊടുക്കൂല. ഇയാൾക്ക് പ്രതികരിക്കാൻ ശക്തിയില്ല, ഇയാൾക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല, ഇയാൾ അങ്ങനെ കിടക്കുകയാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ പിതാവിൻ്റെ വായിലിട്ട ട്യൂബിലൂടെ 3-4 ഇളനീരിൻ്റെ തണ്ടർ കോക്കനട്ടിൻ്റെ വാട്ടർ, ഇളനീർ വെള്ളം കൊടുക്കുകയാണ്. ഈ തണുപ്പ് ശരീരത്തിൽ കയറിയിട്ട് മരവിച്ചു പോയൊരു മനുഷ്യൻ്റെ പ്രതിരോധ ശേഷി ആദ്യം തന്നെ താഴ്ന്ന നിലയിൽ എത്തിയിട്ടുണ്ടാകും. അതിൻ്റെ കൂടെ അയാൾക്ക് ഈ തണ്ടർ കോക്കനട്ടിൻ്റെ വാട്ടർ, ഇളനീർ വെള്ളം കൂടി അമിതമായിട്ട് കൊടുത്താൽ അയാളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടും. പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ആകും, പിന്നെ കിഡ്നി പണി മുടക്കും. എന്നാൽ അങ്ങനെ ഈ മനുഷ്യൻ 2-3 ദിവസം കൊണ്ട് മരിക്കും. മരിച്ചാൽ ബന്ധുക്കള് വീട്ടിൽ മരിച്ച അവസ്ഥയിൽ ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആശുപത്രി അധികൃതർ പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടം നടത്തിയാലേ ഇത് തലേക്കുത്തൽ ചടങ്ങ് നടത്തിയിട്ട് ബന്ധുക്കൾ കൊന്നതാണ് എന്ന് ഒരു അഭ്യസ്ത വിദ്യനായ ഹോസ്പിറ്റലിലെ പോസ്റ്റ്മോർട്ട വിദഗ്ധനായ ഡോക്ടർക്കും പിടികിട്ടൂല, അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ കഴിയൂല. കാരണം എന്താണ്? പൊട്ടാസ്യം ലെവൽ താന്നതാണ്, കിഡ്നി ഫെയിലിയർ ആയതാണ്, പ്രതിരോധശേഷി പോയതാണ്, സ്വാഭാവിക മരണമാണ് എന്ന് വിധി എഴുതും. ഇതിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് വന്നത്? 2010 ഒരു 80 വയസ്സുള്ളൊരു പിതാവ് തലേക്കുത്തൽ ചടങ്ങ് നടത്താൻ വേണ്ടി അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തൊട്ടപ്പുറത്തെ റൂമിൽ ചർച്ച ചെയ്യാൻ. അപ്പൊ ഇയാൾക്ക് ബാത്റൂമിക്കൊക്കെ പോകാനും വരാനും ഒക്കെ കഴിയും, പറ്റ കിടന്നിട്ടില്ല. അപ്പൊ ഈ ബന്ധുക്കൾ അറിയൂല ഈ ചർച്ച ചെയ്യുന്നത് ഇയാളെ ശ്രദ്ധിക്കേണ്ടതുള്ളത്. അപ്പൊ ഇവര് തന്നെ പറയാണ്, നമ്മളൊരു 5-6 മാസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും തലേക്കുത്തൽ ചടങ്ങ് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും എന്ന്. ഇത് കേട്ട ഇദ്ദേഹം പിൻവാതിലിലൂടെ ഓടി രക്ഷപ്പെട്ട് തമിഴ്നാട്ടിലെ എൽഡേഴ്സ്, വളരെ പ്രായം ചെന്ന മനുഷ്യന്മാരുടെ ഒരു യൂണിയൻ ഉണ്ട്, ഒരു സംഘടനയുണ്ട്. ആ സംഘടനക്കാരുടെ ഭാരവാഹികളെ കണ്ടിട്ട് അദ്ദേഹം ഗദ്ഗത കണ്ഠനായി ഈ വിഷയം പറഞ്ഞു. എൻ്റെ ബന്ധുക്കൾ എന്നെ തലേക്കുത്തൽ ചടങ്ങ് നടത്താൻ വേണ്ടി കോൺസ്പിറസി നടത്തുന്നുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്. ഈ ഒരു വാർത്തയോട് കൂടെയാണ് തമിഴ്നാട്ടിലെ വൃദ്ധജനങ്ങളുടെ സംഘടന ഈ വിഷയത്തിൽ ഇടപെടാൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ പോലീസ് അലേർട്ടായി ഗൗരവതരമായ പഠനം നടത്തിയപ്പോൾ 100 കണക്കിന് കുടുംബങ്ങളിൽ തലേക്കുത്തൽ ചടങ്ങ് നടത്തിയിട്ടുണ്ട്. 2020 തമിഴ്നാട്ടിലെ തലേക്കുത്തൽ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെയാണ് ഖുർആൻ പറഞ്ഞ വാക്ക്, വബിൽ വാലിദൈനി ഇഹ്സാന. നീ ആരോടാ ഗുണം ചെയ്യേണ്ടത്? അവിടെ അബ് ഉമ്മ എന്ന് പറഞ്ഞില്ല. അബ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ബാപ്പ, ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ. പക്ഷെ ഇഹ്സാൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞ എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങളെ നിങ്ങളാക്കിയവർ എന്നാണ് വാലിദൈൻ എന്ന വാക്കിന്റെ അർത്ഥം. മാതാവ് പിതാവ് എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ നിങ്ങളാക്കിയവർ. ഉമ്മാനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ അമ്മയെ പറ്റി പറയുമ്പോൾ പൂർണ്ണ ഗർഭിണിയായി നിനക്ക് ജന്മം തന്ന്
നൊന്ത് പ്രസവിച്ച് മനുഷ്യ ശരീരത്തിൽ 40 അസ്ഥി എല്ല് പൊട്ടിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന മാരകമായ വേദന ഒറ്റ പ്രസവത്തിലൂടെ ഒരു പെണ്ണ് സഹിക്കുന്നുണ്ട് എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് പ്രസവത്തെ പറ്റി. അങ്ങനെ വലിയ വിഷമങ്ങൾ സഹിച്ച് നിനക്ക് ജന്മം തന്ന നിന്റെ പിതാവ്, നിന്റെ മാതാവ്, നിന്നെ പോറ്റി വളർത്തിയ നിന്റെ പിതാവ് അല്ലേ? കുട്ടി പറയുന്നുണ്ട്, 8 വയസ്സുള്ള കുട്ടൻ എന്ന് പറയുന്ന മോന് അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അച്ഛനെ ക്യാൻസർ രോഗിയാ, അച്ഛന് ഇനി ജോലിക്ക് പോകാനൊന്നും കഴിയൂല, അച്ഛൻ ചാരു കസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അപ്പൊ കുട്ടൻ ജോയിയേട്ടൻ്റെ മോൻ ജോസിന്റെ കൂടെയാണ് കുട്ടൻ പഠിക്കുന്നത്. ജോയിയേട്ടൻ്റെ അഥവാ ജോസ് കുട്ടൻ്റെ വീട്ടില് നല്ല മൊഞ്ചുള്ള കാറുണ്ട്. അതുപോലൊരു കാറ് നമ്മളെ വീട്ടിലും വേണം അച്ഛ എന്ന് അച്ഛൻ്റെ അടുത്ത് പോയി കുട്ടൻ പറയുന്നത് അച്ഛൻ ഇനി ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത വീട്ടിലിരിക്കണ സമയത്താണ്. ആ കവിത ഇങ്ങനെയാണ്: കാറു വാങ്ങണം അച്ഛൻ എന്നോതും കിടാവിൻ്റെ മാറിലെ ചൂടാൽ ശീതം പോക്കി ഞാൻ ഇരിക്കുമ്പോൾ ഉണരി നേടാൻ വെമ്പിക്കിതക്കും പാദത്തോടൻ പ്രാണനുണ്ടുൾക്കണ്ടത്തൻ മുൾക്കിരീടത്തിൻ കീഴിൽ. ഇന്ന് ഉച്ചക്ക് എൻ്റെ ഭാര്യ, ഈ കുട്ടൻ്റെ അമ്മ, അടുക്കളയിൽ നിന്ന് ഇപ്പൊ വന്നിട്ട് എന്നോട് ചോദിക്കും, അല്ല മനുഷ്യ, ഉച്ചക്ക് ചോറ് വെക്കണ്ടേ? ഈ വീട്ടിൽ തീമലിടാൻ 1 മണി വറ്റില്ല. അപ്പം ഞാൻ അയലക്കത്തെ മമ്മദിൻ്റെ അടുത്ത് അല്ലെങ്കിൽ രാജൻ്റെ അടുത്ത് പോയിട്ട് 500 റുപ്യ കടം ചോദിക്കും. അങ്ങനെ ഇരിക്കുന്നൊരപ്പൻ്റെ അടുത്ത് വന്നിട്ട് കുട്ടൻ എന്ന് പറയുന്ന 8 വയസ്സുള്ള മോൻ വന്ന് പറയാണ്, അച്ഛാ, എൻ്റെ കൂടെ പഠിക്കുന്ന ജോസിൻ്റെ വീട്ടിൽ കാറുണ്ടല്ലോ, അതുകൊണ്ട് അച്ഛനും വാങ്ങണം ഒരു കാറ്. കുട്ടിയുടെ സ്വപ്നമാണ്. നമ്മൾ പലപ്പോഴും സഹജീവിയെ മറന്നുപോവാൻ. ടീച്ചർ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ, നമുക്കിന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു, പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു, ഇനി നിങ്ങൾ പുസ്തകമൊക്കെ ഒന്ന് പൂട്ടിവെക്കും, നമുക്കൊരു 10 മിനിറ്റ് കുറച്ച് കുശല സംഭാഷണം നടത്താം. അങ്ങനെ ടീച്ചർ ഇത് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് വലിയ സന്തോഷമായി, അതിർപ്പായി. കുട്ടികൾ പുസ്തകമെല്ലാം പൂട്ടിവെച്ച് ടീച്ചറിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചപ്പോൾ ക്ലാസ് റൂമിൽ വെച്ച് ടീച്ചർ പറഞ്ഞു, മക്കളെ, നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാതാക്കൾ ഉണ്ടാക്കി തരുന്ന നല്ല രുചികരമായ ഭക്ഷണ വിഭവങ്ങളെ പറ്റി ടീച്ചർക്കൊന്ന് പരിചയപ്പെടുത്തി തരും. അപ്പൊ കുട്ടിക്ക് വലിയ സന്തോഷമായി. കാരണം സ്വന്തം അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങൾ ടീച്ചറുടെ മുമ്പിൽ നമുക്ക് മനോഹരമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയല്ലേ? അതൊരു അവസരമല്ലേ? അങ്ങനെ ഒന്നാമത്തെ കുട്ടി ക്ലാസ് റൂമിൽ എണീറ്റ് എന്നിട്ട് പറഞ്ഞു, ടീച്ചറെ, എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പ്രാതലിന് ഞങ്ങൾ കഴിക്കുന്ന നല്ല നൈസായ ഇഡ്ലിയും അതിലേക്ക് ചേരുവയായി ഞങ്ങൾ ചേർക്കുന്ന ചട്നിയും സാമ്പാറും അത് കൂട്ടിക്കുഴച്ച് ഉണ്ണുമ്പോൾ അയ്യോ വല്ലാത്ത രസമാണ് ടീച്ചറെ. അപ്പൊ രണ്ടാമത്തെ കുട്ടിയുടെ ഊഴെത്തി. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ടീച്ചറെ, എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന നല്ല പത്തലുണ്ട്, അരിപ്പത്തല്. ആ അരിപ്പത്തലും കോഴിക്കറിയുണ്ട്, അത് രണ്ടും സമം ചേർത്ത് ഒന്ന് ഭക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന രുചി അത് വേറെ തന്നെയാണ് ടീച്ചറെ. മൂന്നാമൻ്റെ ഊഴെത്തി. മൂന്നാമൻ പറഞ്ഞു, എൻ്റെ അമ്മ സാധാരണ ഊണിൻ്റെ കൂടെ ഉണ്ടാക്കി തരുന്ന നല്ല അവിയല്, നല്ല തോരന്, നല്ല സാമ്പാർ, അത് വല്ലാത്ത ടേസ്റ്റാണ് ടീച്ചറെ. നാലാമത്തെ കുട്ടി പറഞ്ഞു, എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന നെയ്ച്ചോറും മട്ടൻ കറിയും നല്ല ടേസ്റ്റാണ്, അത് എൻ്റെ നാവിൻ്റെ രസമുകുളങ്ങളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങനെ ഓരോ കുട്ടികളും അവരവരുടെ അമ്മമാരുടെ ഉമ്മമാരുടെ വളയിട്ട കൈകളെ കൊണ്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളെപ്പറ്റി വാചാലരായപ്പോൾ അവസാനത്തെ ഊഴം കാത്തു കഴിയുന്ന ആ ക്ലാസ് റൂമിൽ തന്നെ ഇരിക്കുന്ന ഒരു ദരിദ്രനായ പയ്യൻ, അവൻ ബാക്കിലെ ബെഞ്ചിൽ നിന്ന് എണീറ്റെന്ന് പറഞ്ഞു, ടീച്ചറെ, എൻ്റെ വീട്ടിലെ ഏറ്റവും രുചിയുള്ള വിഭവം അത് വിശപ്പാണ്. അപ്പോൾ ടീച്ചർക്ക് ദേഷ്യം വന്നു. എങ്ങനെയാടാ വിശപ്പ് ഒരു രുചിയുള്ള വിഭവമാകുക? നീ ആളെ കളിയാക്കുകയാണോ? ഞാൻ ചോദിച്ചത് എന്താണ്? ഏറ്റവും രുചിയുള്ള ഭക്ഷണങ്ങളെ പറ്റിയാണ് ചോദിച്ചത്. അപ്പൊ എങ്ങനെയാ വിശപ്പ് എന്ന് നീ മറുപടി പറയാ? നീ ആളെ കൊഞ്ഞനം കുത്തുകയാണോ? അപ്പൊ ഈ കുഞ്ഞിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു, ആ കുഞ്ഞ് മൊഴിഞ്ഞു, ടീച്ചറെ, അങ്ങും എൻ്റെ സഹപാഠികളായി കുട്ടികളൊക്കെ എൻ്റെ വീട്ടിലേക്ക് ഒരു ഉച്ച നേരത്ത് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടും. എന്നിട്ട് ഈ കുട്ടി പറഞ്ഞു, മോനെ, നീ അതൊന്ന് വിശദീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവൻ മൊഴിഞ്ഞ കാര്യം എന്താ അറിയോ? എൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാ ടീച്ചറെ. പിന്നെ എൻ്റെ എല്ലുമുറിയെ പണിയെടുക്കാൻ പോയിരുന്ന അമ്മ ഇപ്പം രോഗം കൊണ്ട് വിഷമിക്കാൻ, ആരെങ്കിലുമൊക്കെ കൊടുക്കുന്ന തുട്ട് നാണയങ്ങളെ കൊണ്ടാണ്
ഞങ്ങളെ കുടുംബം മുന്നോട്ട് പോകുന്നത്. അമ്മയ്ക്ക് ആകെ കിട്ടുന്ന പണം കൊണ്ട് അമ്മ അരി വാങ്ങിയിട്ട് ഐശ്വര്യമായിട്ട് നല്ല ചോറ് വെച്ച് തരും എനിക്ക്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ എന്നും നല്ല വെന്ത ചോറുണ്ടാകും. പക്ഷെ അതിലേക്ക് കൂട്ടാനുണ്ടാകാറില്ല, ഒരു കറി ഉണ്ടാകാറില്ല. പക്ഷേ ഈ വിശപ്പ് എന്ന് പറയുന്ന വിഭവം കൂടെയുള്ളത് കൊണ്ട് അമ്മ വെച്ച വെന്ത ചോറില്ലേ, അത് മണിയായിട്ട് തൊണ്ടക്കുടിയിലൂടെ ഇറങ്ങിപ്പോകും ടീച്ചറെ. നേരത്തെ എൻ്റെ സഹപാഠികൾ ഇവിടെ പറഞ്ഞ ഒരു കച്ചടിയും വേണ്ട, ഒരു കിച്ചടിയും വേണ്ട, ഒരു അവിയലും വേണ്ട, ഒരു തോരനും വേണ്ട, ഒരു ഇഡ്ലിയും വേണ്ട, ഒരു സാമ്പാറും വേണ്ട, ഒരു ചട്നിയും വേണ്ട, ഒരു ആടുകറിയുടെ കുറുമയും വേണ്ട. വിശപ്പുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിഭവം അത് തന്നെയാ ടീച്ചറെ. അപ്പൊ എല്ലാവരും കരഞ്ഞു. അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞു, അയ്യോ ആരുടെ മുമ്പിലാ നമ്മളൊക്കെ നമ്മളെ വീട്ടിലെ അനുഗ്രഹങ്ങളെ പറ്റി വാചാലരായത് അല്ലേ? ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം അതൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് സ്റ്റാറ്റസ് ഇടുന്നിടത്ത് സോഷ്യൽ മീഡിയ കാലത്ത് കുട്ടിയും ഉമ്മയും ഒരുപോലെ മത്സരിക്കുന്ന കാലമാണ്. ചിലപ്പോൾ കുട്ടിയോട് ഉമ്മ തന്നെ പറയും, നീ അത് പോയിട്ട് ഫോട്ടോ എടുക്ക്, നമുക്ക് സ്റ്റാറ്റസ് ഇടണ്ടേ. എന്ത് മെസ്സേജാണ് ഈ മാതാവ് ഈ വളരുന്ന കുഞ്ഞിന് കൺവേ ചെയ്ത് കൊടുത്തത്? എന്താണ് സ്റ്റാറ്റസ്? ആർക്കും കാണാം. പാവപ്പെട്ട ദരിദ്ര നാരായണന്റെ മോന്, പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടി ഈ സ്റ്റാറ്റസ് കാണാൻ, അല്ലെങ്കിൽ ആ കുടുംബം കാണാൻ. നമ്മളെ തീന്മേശയിൽ വരി നിരയായിട്ട് വെച്ച വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുടെ ഒറ്റ ക്ലിക്കാണ് എടുത്തത്. നമുക്ക് എടുത്തപ്പോൾ തന്നെ വയറ് നിറഞ്ഞു, നമ്മൾ കഴിച്ചിട്ടില്ല. നമ്മളെ വയറ് നിറഞ്ഞ എങ്ങനെയാ? ഇതെന്റെ സ്റ്റാറ്റസിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ ഇത് കിട്ടാത്ത കുറെ ആൾക്കാർ ഇത് കാണുമല്ലോ അല്ലേ? ഇത് ഹസദ് ഉണ്ടാക്കല്, ഹസൂദികളെ നിർമ്മിക്കുന്ന ഫാക്ടറിയായി നമ്മളെ വീട് മാറുന്നതിന്റെ ലക്ഷണമാണ്. അള്ളാഹു അനുഗ്രഹങ്ങളെയെല്ലാം വിലമതിക്കാനാവാത്തതായി കണ്ടിട്ടുണ്ട്. അതിന് കുട്ടികൾ ശുക്ർ ചെയ്ത് പഠിക്കണം എന്നാണ്. ഇപ്പൊ ഒരു അനുഗ്രഹം കിട്ടിയാൽ നമ്മളത് ആസ്വദിക്കണം എന്നാണ്. കുഴപ്പമില്ല, ഏത് നിയമത്തും ആസ്വദിക്കണം എന്നാണ്. വിശാലമായ വീട് നിയമത്താണ്, അത് ആസ്വദിക്കണം എന്നാണ്. വാഹനം നിയമത്താണ്, അത് ആസ്വദിക്കണം എന്നാണ്. ഡ്രസ്സ് നിയമത്താണ്, അത് ആസ്വദിക്കണം. അതിനൊന്നും മതങ്ങൾ എതിരല്ല. പക്ഷേ ഈ നിയമത്ത് വേറൊരാളെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? നമുക്ക് നല്ല സൗഭാഗ്യം പഠിച്ചോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ശുക്ർ ചെയ്യുക, മറക്കാതെ ശുക്ർ ചെയ്യുക. ഈ ശുക്ർ കൊണ്ടാണ് മനുഷ്യന് ഗ്രോത്ത് ഉണ്ടാകുക. മാനസികമായ വളർച്ച, മറ്റുള്ള എല്ലാ വളർച്ചയും ഉണ്ടാകല് ശുക്ർ കൊണ്ടാണ്. ഈ ശുക്രിന്റെ അർത്ഥം എന്താണ്? ആരെയും ബോധ്യപ്പെടുത്തണ്ട, ആരെയും ബുദ്ധിമുട്ടാക്കണ്ട. മക്കൾ അങ്ങനെ ഒന്ന് വളരുമ്പോൾ ഈ കുട്ടി സെൻസുള്ള കുട്ടിയാവില്ല. ഞാൻ ചോദിക്കട്ടെ, സെൻസർ എന്ന് പറയുന്ന സാധനം എന്താ അല്ലേ? നമ്മൾ വർക്ക് ചെയ്ത് കണ്ടെത്തല്ലേ? അവിടെ ഒരു പാവപ്പെട്ടോണ്ട്, ഇവിടെ ഒരു കഷ്ടപ്പെടുന്നോണ്ട്, ഇവിടെ ഒരു ഭിന്നശേഷിക്കാരുണ്ട് എന്നൊക്കെ നമ്മൾ സോഷ്യലായി ജീവിക്കുമ്പോൾ എത്ര വാക്കുകളെ സൂക്ഷിക്കണം. നമ്മളെ അവസ്ഥ മാത്രം പരിഗണിച്ച് ആണ്ട് സ്റ്റേറ്റ്മെന്റ് നടത്തും. പക്ഷേ ഞാനാ പറഞ്ഞ പ്രസ്താവന ഒരു ഭിന്നശേഷിക്കാരനെ വിഷമിപ്പിച്ചോ അല്ലേ? ഒരു സ്ത്രീയെ വിഷമിപ്പിച്ചോ? ഒരു ഭർത്താവ് മരിച്ചുപോയ ഒരു വിധവയെ വിഷമിപ്പിച്ചോ? എത്ര സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് കലാം, അറബിയിലെ വാക്ക് എന്നുള്ളതിന് പറയുന്ന പ്രയോഗം എന്താണ്? കലാം എന്നാണ് വാക്കിന് പറയല്. കലിമ് എന്ന് പറഞ്ഞാലോ മുറിവ് എന്ന അർത്ഥം. അപ്പൊ കലിമ് എന്നതിൽ നിന്നാണ് കലാമ് ഉണ്ടായത്. എന്താണ് അതിന്റെ അർത്ഥം? വാക്ക് പെട്ടെന്ന് മറ്റൊരാളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന ആയുധമാണ് എന്നാണ്. അതുകൊണ്ട് ബൈബിളിൽ ഒരു പ്രയോഗമുണ്ട്, വാക്ക് ഒരു വിത്താണ്. വാക്ക് എങ്ങനെ വിത്താവുക? ആപ്പിള് വിത്തല്ല, അത് പഴ. ആ പഴമാകുന്ന ആപ്പിളിനേക്കാൾ വലുതാണ് വിത്ത്. വിത്ത് നമ്മൾ കഴിക്കൂല, പക്ഷെ നമ്മളെ കയ്യിലുള്ള ആപ്പിളിനെ കഷ്ണാക്കി നമ്മൾ കഴിക്കും. അതേ സമയത്ത് നമ്മളെ കയ്യിലുള്ള വിത്തോ, ആ വിത്തിനെ കുഴി വെട്ടി അതിലടക്കം ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ആ വിത്ത് ഉണ്ടാക്കുന്ന പരിവർത്തനം എന്തൊക്കെയാ? അതിങ്ങനെ തളിർത്ത് പന്തലിച്ച് വടർന്ന് പടർന്ന് അതിൻ്റെ ശിഖരങ്ങള് വ്യവഹാരം നടത്തി അതിലൊക്കെ ആയിരക്കണക്കിന് ആപ്പിളുകൾ ഉണ്ടായി. അത് ഒരു സീസണിലോ അല്ല, അടുത്ത വർഷം വീണ്ടും ഉണ്ടായി, പിറ്റത്തെ വർഷം വീണ്ടും ഉണ്ടായി. എത്ര ജനറേഷനുകൾക്കാണ് നമ്മുടെ വിരൽ തുമ്പിൽ നിസാരം എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയ ഒരു വിത്ത് പഴങ്ങളെ കൊടുത്തത്. അതുകൊണ്ട് വിത്ത്, വാക്ക് ഒരു പഴമല്ല, ഒരു വിത്താണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കുടുംബത്തിൽ പറഞ്ഞ നല്ലൊരു വാക്കുണ്ടല്ലോ,
നമ്മൾ സോഷ്യൽ ലൈഫിൽ പറഞ്ഞ നല്ലൊരു വാക്കുണ്ടല്ലോ, നമ്മൾ വാട്സപ്പിന്റെ വോയിസ് ക്ലിപ്പ് ഇടുന്ന ബട്ടൺ അമർത്തിയിട്ട് റെക്കോർഡ് ചെയ്ത് വിട്ട നല്ലൊരു വാക്കുണ്ടല്ലോ, അവിടെ നല്ല തല്ലും വക്കാണോ നടക്കുക ഗ്രൂപ്പിൽ. അപ്പൊ ഒരു നല്ലൊരു മനുഷ്യൻ വന്നാണ്ട് പറഞ്ഞ്, മരിച്ചു പോണ്ട മനുഷ്യന്മാരെ നമുക്കൊക്കെ അല്ലേ, അയാളെ വാക്ക് വിത്താണ്. കാരണം പിന്നെ ഡിസ്ലൈക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേറെ ഡോസുള്ള സ്റ്റേറ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് വോയിസ് ക്ലിപ്പ് ഇടാൻ കാത്തിരിക്കുന്നവന് ഈ വോയിസാ കേട്ടത്. അപ്പൊ അവരൊക്കെ ആ ശ്രമത്തിൽ നിന്ന് പിന്മാറി. വാക്ക് വിത്താണ്. ഖുർആൻ വാക്കിനെ പറ്റി പറഞ്ഞ എന്താ? അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ. നല്ല ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു മനോഹരമായ തരുനികരം പോലെയാണ്, വടവൃക്ഷം പോലെയാണ്. അസ്ലുഹാ സാബിതുൻ, ആ മനോഹരമായ വടവൃക്ഷത്തിന്റെ വേരുകൾ താഴേക്ക് പോയിരിക്കുകയാണ്. വഫറുഹാ ഫിസ്സമാ, അതിന്റെ കൊമ്പുകൾ ആകാശത്തോളം വളർന്നിരിക്കുകയാണ്. ഒരു മരത്തിന്റെ ഇല എത്രയും ഇടതൂർന്നതാണ് എന്ന് നമ്മൾ കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ വേരുകൾ എത്രയും താഴേക്ക് പോയിട്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് മലയാളത്തിൻ്റെ ഒരു കവി പറയുന്നുണ്ട്, വേരൂന്നിയതിൻ്റെ ആഴം അറിയാം ഇലയിൽ ഇലയിൽ ഇലയിൽ. ഒരു വേര് എത്ര താഴേക്ക് പോയി എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുക? അതിൻ്റെ ഇലകൾ ഇടതൂർന്ന് വളരുമ്പോഴാണ്. നമ്മളെ കുടുംബം ഐക്യബോധം കൊണ്ടൊന്ന് ഇടതൂർന്ന് വളർന്നാൽ, നമ്മളെ കുട്ടികൾ എല്ലാവരെയും ഒന്ന് കാണുമ്പോൾ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഒന്ന് ഹഗ് ചെയ്ത് പെരുമാറാൻ ശീലിച്ചാൽ, നമ്മളെ കുട്ടികൾ ചിരിക്കാൻ പഠിച്ചാൽ, നമ്മളെ കുട്ടികൾ സ്ക്രീനൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് മുഖം തുറന്ന് സംസാരിക്കാൻ ശീലിച്ചാൽ, അതാണ് ജീവിത വിജയം. ജീവിത വിജയം. മറ്റത് സർട്ടിഫിക്കറ്റുകളാണ്. തലക്കണിയുടെ കട്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ ചിലപ്പോൾ നമ്മളെ മക്കളെ വിരുന്ന് വന്നേക്കാം. മക്കളിലേക്ക് ഞാൻ പറയട്ടെ, നമ്മൾ തയ്യാറാക്കുന്ന റെസ്യൂം, നമ്മൾ തയ്യാറാക്കുന്ന കരിക്കുലം വിറ്റ, അതൊക്കെ നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ലൈഫായിട്ട് കണക്റ്റ് ആകുന്നത് നമ്മളെ പെരുമാറ്റമാണ്. അതുകൊണ്ട് കുട്ടികൾ പെരുമാറ്റം പഠിക്കട്ടെ, ചിരിക്കാൻ പഠിക്കട്ടെ, പക്ഷിയോട് സംസാരിക്കാൻ പഠിക്കട്ടെ, പ്രകൃതിയിലെ ജീവികളോട് സംസാരിക്കാൻ പഠിക്കട്ടെ. ഇതൊക്കെ ഈ സ്ക്രീൻ കൊണ്ടുണ്ടായ അപകടങ്ങളാണ്. ഇപ്പൊ കുട്ടിക്ക് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് കുട്ടി തന്നെ യന്ത്രമായി എന്ന് പറഞ്ഞാൽ യന്ത്രം ചെയ്യും പോലെ ഇപ്പൊ മക്കൾ ചെയ്യണത്. എടാ ഈ ഉമ്മാക്ക് അത് കൊണ്ടുപോയെടുത്തോ എന്ന് മുകളിൽ നിന്നൊരു കമാൻഡ് കേട്ടപ്പോ ഒരു റോബോട്ട് വർക്ക് ചെയ്യും പോലെ നമ്മളെ കുട്ടി വേഗം പോയിട്ട് മരുന്നില്ലാതെ വേദന കടിച്ചിറക്കുന്ന ഉമ്മക്ക് മെഡിസിൻ വാങ്ങി കൊടുക്കുക. എൻ്റെ പുറത്തുനിന്നൊരു പ്രേരണ ഉണ്ടായി. മറ്റതങ്ങനല്ല, അത് റോബോട്ടിനും ചെയ്യാൻ കഴിയും. റോബോട്ടൊക്കെ കൊടുക്കുന്ന കമാൻഡ്സിന് അനുസരിച്ച് വർക്ക് ചെയ്യുന്നൊരു യന്ത്രമാണ്. നമ്മളെ കുട്ടിയും പുറത്തുനിന്നൊരു പുഷിങ് ഉണ്ടാകുമ്പോൾ മാത്രം വർക്ക് ചെയ്യാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത് യന്ത്ര സംസ്കാരത്തെയാണ്. യന്ത്ര സംസ്കാരം ഇപ്പം എല്ലാം കിട്ടാണ്ടല്ലോ. ഇപ്പം ചാറ്റ് GPT ചോദിച്ചാൽ ചാറ്റ് GPT മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടൊരു ഗുരുവിൻ്റെ ആവശ്യമില്ല, ഒരു അധ്യാപകന്റെ ആവശ്യമില്ല, ഒരു ഉസ്താദിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പുതിയ തലമുറ വിലയിരുത്തി കഴിഞ്ഞാൽ എവിടേക്കാ ലോകമെത്തുക? സംഗതി പറഞ്ഞ മാതിരി തന്നെ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും നാളെ വരാൻ പോകുന്ന ആനുവൽ എക്സാമിന് ഒരു കുട്ടിക്ക് ശരിക്ക് സൈലത്തിൻ്റെ ഒരു ക്ലാസ് റൂമിൽ പോയി എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അത് കുട്ടിക്ക് കിട്ടുകയാണ്. പക്ഷെ ക്ലാസ് റൂം ബയോളജിക്കലായിരുന്നു. ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ 4 വരെ കോപ്പി എഴുതുമ്പോൾ ഇംഗ്ലീഷ് പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ എൻ്റെ ശിവാനന്ദൻ മാഷ് വന്നിട്ട് ഈ പെൻസിലിൽ വിരൽ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന എൻ്റെ കയ്യിലേക്ക് നോക്കിയിട്ട് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. എൻ്റെ നഖം വളർന്നിട്ടുണ്ട്. എന്നിട്ട് ശിവാനന്ദ മാഷ് ഇംഗ്ലീഷ് കോപ്പി എഴുതേണ്ട കോപ്പി റൈറ്റിൻ്റെ പീരീഡിൽ എന്താ ചെയ്യണത്? നഖത്തിൻ്റെ ഉള്ളിലെ അമ്ലം ചെളി കെട്ടിക്കിടന്നാൽ അത് നമ്മൾ ഉരുളയായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ നമ്മുടെ വായിൻ്റെ അകത്തേക്ക് പോയി അത് അന്നനാളത്തിൽ വിഷാംശങ്ങളെ പടർത്തി നിന്നെ നിത്യരോഗിയാക്കും. അതുകൊണ്ട് നഖം വെട്ടണം എന്നുള്ളതൊരു സംസ്കാരമാണ്. അത് NCERT സിലബസിലില്ലായിരുന്നു, CBSE സിലബസിലില്ലായിരുന്നു. പക്ഷെ ശിവാനന്ദൻ മാഷ് എന്ന് പറയുന്ന എൻ്റെ 5ാം ക്ലാസ്സിലെ ഗുരുവിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സിലബസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് കോപ്പി എഴുതുന്ന എനിക്ക് കരിക്കുലത്തിൻ്റെ ഭാഗമാക്കിയിട്ട് തന്നെ മാഷത് പഠിപ്പിച്ചതാണ്. ഓൺലൈൻ ക്ലാസ് റൂമുകൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, കുട്ടികളെ എഡ്യൂക്കേറ്റഡ് ആക്കുന്നുണ്ട്. ശരിയാണ്.
അപ്പം എല്ലാം ChatGPT തരും, ജെമിനി തരും അല്ലേ? ഇന്നിപ്പോൾ ജെമിനി കൊടുക്കാത്ത കാര്യം എന്താ? ഹായ് ജെമിനി എന്ന് പറഞ്ഞ് ജെമിനിയോട് പച്ച മലയാളത്തിൽ ചോദിച്ചാൽ ജെമിനി എല്ലാ കാര്യവും പറഞ്ഞു തരാണ്.